നമസ്കാരം, ന്യൂസ് അറ്റ് 25 സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾക്ക് 70 വയസ്സ് പ്രായപരിധി കർശനമാക്കി സിവിൽ സപ്ലൈസ് വകുപ്പ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ സർക്കുലർ. അതേസമയം നിലവിൽ 70 വയസ്സ് കഴിഞ്ഞവർ ലൈസൻസ് അനന്തരാവകാശികൾക്ക് മാറ്റി നൽകണം. ജയിൽ ചാടിയതിന് പിന്നാലെ പിടികൂടി തൃശൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഗോവിന്ദചാമിയുടെ മുടി പറ്റെ വെട്ടുകയും മീശയും താടിയും വടിക്കുകയും ചെയ്തു. നേരത്തെ ഷേവിംഗ് അലർജിയാണെന്നും അതിനാൽ താടി വടിക്കാനാകില്ലെന്നുമായിരുന്നു ഗോവിന്ദചാമി മൊഴി നൽകിയിരുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ നിയമപരിക്കില്ലെന്ന വയനാട് ജില്ലാ കമ്മിറ്റി. ഭൂമി വിറ്റവർക്കോ വാങ്ങിയവർക്കോ പരിധിയിൽ കവിഞ്ഞ ഭൂമി ഇല്ലാത്തിടത്തോളം കാലം യാതൊരു നടപടികളും നിലനിൽക്കുന്നില്ലെന്നും സ്വാഭാവികമായ പരിശോധന മാത്രമായി ലാൻഡ് ബോർഡിന്റെ നടപടിയെ കഴിയുമെന്നും കമ്മിറ്റി വ്യക്തമാക്കി. ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന എക്സൈസ് വകുപ്പ് മന്ത്രി എം.വി. രാജേഷ്. എടുത്തുചാടുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വരുമാന മാർഗത്തിന് മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന പോലീസ് അന്വേഷണത്തിൽ നിഗമനം. ജയിൽ സുരക്ഷയിലുള്ളവർ അന്നത്തെ ദിവസം രാത്രി ഡ്യൂട്ടി പോയിന്റുകളിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. ജയിൽ DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 സ്മാർട്ട് ഫോണുകൾ കണ്ടെത്തിയത്. ഫോണിനൊപ്പം ചില ചാർജറുകളും കണ്ടെത്തി. 5, 6 ന്യൂ എന്നീ ബ്ലോക്കുകളിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ വൈകിയതെന്ന് ആരോപിച്ച് ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പേർ അറസ്റ്റിൽ. മലപ്പുറം കൊളത്തൂരിലാണ് സംഭവം നടന്നത്. കൊളത്തൂർ സ്വദേശി അബ്ദുൽ ഹക്കീം, നിസാമുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. CP കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയായ പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും വിമർശനം ഉയർന്നു. കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള MP സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി KSU നേതാവ്. സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. മലപ്പുറം തിരൂരിൽ സ്കൂളിനകത്ത് 1ാം ക്ലാസ്സുകാരിയെ കാറിടിച്ചു. കഴിഞ്ഞ ജൂലൈ 31 തിരൂർ MES സെൻട്രൽ സ്കൂളിലാണ് അപകടം സംഭവിച്ചത്. അപകട വിവരം സ്കൂൾ അധികൃതർ അറിയിച്ചില്ലെന്ന രക്ഷിതാക്കളുടെ പരാതി. കുട്ടി സ്കൂളിൽ വീണുവെന്ന് മാത്രമാണ് അറിയിച്ചതെന്നും രക്ഷിതാക്കൾ പരാതി. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തുള്ള CPI MLA വനംവകുപ്പിനെതിരെ പരസ്യമായി സമരം തുടങ്ങി. ഇടുക്കിയിലെ പീരുമേട് MLA വാഴൂർ സോമനാണ് വനംമന്ത്രിക്കും വനംവകുപ്പിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെ തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സിനാണ് തീപിടിച്ചത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിൽ ശുചിമുറി മാലിന്യം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ. പകർച്ചവ്യാധി ഭീഷണി ഉയർന്നിട്ടും അധികൃതർ പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണമെന്നാണ് ആരോപണം. പെട്രോൾ പമ്പിൽ ബഹളമുണ്ടാക്കിയത് അന്വേഷിക്കാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച വനിതയടക്കമുള്ള സംഘം അറസ്റ്റിൽ. നിരവധി കേസിലെ പ്രതിയായ അരുവിക്കര സ്വദേശി അനിത, പഞ്ച സ്വദേശി ജഗ്ഗു എന്ന സുജിത്ത, അൻവർ, അരവിന്ദ് എന്നിവരെയാണ് നെടുമങ്ങാട് പോലീസ് പിടികൂടിയത്. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം അനുവദിച്ച കൊല്ലം സെഷൻസ് കോടതി. 2 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് സതീഷിന് അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവിലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതിലും പ്രതികരിച്ച വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും നിലവിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനായി കൊണ്ടുവന്ന പുതിയ ഓർഡിനൻസിൽ ഗവർണറുടെ റോൾ സർക്കാർ പൂർണ്ണമായും വെട്ടി. ഗവർണർക്ക് പകരം സർക്കാർ ആയിരിക്കും VC സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കും. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ധാരാലി ഗ്രാമത്തിൽ മിന്നൽ പ്രളയം നാശം വിതച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതർക്ക് സർക്കാർ മതിയായ ധനസഹായം നൽകിയില്ലെന്ന പരാതി. 5000 രൂപയുടെ ചെക്ക് ഗ്രാമീണർ നിരസിച്ചു. എല്ലാ നഷ്ടമായ ഗ്രാമീണരെ സംബന്ധിച്ച് ഈ തുക പര്യാപ്തമല്ലെന്നാണ് പരാതി. ഉത്സവ സീസണിലെ ട്രെയിൻ യാത്രക്കാരുടെ നിരക്കിന് പരിഹാരവുമായി പുതിയ പദ്ധതി അവതരിപ്പിച്ച റെയിൽവേ. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ നിശ്ചിത ദിവസങ്ങളിൽ ഒരേ ട്രെയിനിൽ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് മടക്ക ടിക്കറ്റിൽ 20% കിഴിവ് നൽകാനാണ് തീരുമാനം. ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയ്ക്കെതിരെ മറുപടി നൽകണമെന്ന ആവശ്യം ശക്തമാക്കി BJP. അമേരിക്കയ്ക്ക് തക്കതായ മറുപടി നൽകണമെന്നാണ് പാർട്ടി ഉന്നയിക്കുന്ന ആവശ്യം. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഓണം റിലീസായി എത്തുന്ന ചിത്രം റൊമാന്റിക് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ്. ചിലംബരസനെ നായകനാക്കി വെട്രിമാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. വലിയ ബജറ്റിൽ ഒരുക്കുന്ന ആക്ഷൻ ചിത്രമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത്. ചിത്രത്തിൽ നിന്നുള്ള
സിംബുവിന്റെ ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു. മാളികപ്പുറത്തിന് ശേഷം അതേ ടീം ഒരുക്കുന്ന ചിത്രം സുമതി വളവ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിന് ഗംഭീര കളക്ഷനുമാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയ്ക്ക് 2ാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വർഷങ്ങൾക്ക് മുൻപ് നടൻ അമീർ ഖാനിൽ നിന്നുള്ള ദുരനുഭവം വെളിപ്പെടുത്തി സഹോദരൻ ഫൈസൽ ഖാൻ. തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് ആരോപിച്ച് അമീർ ഖാൻ തന്നെ ഒരു വർഷത്തോളം പൂട്ടിയിട്ടെന്നാണ് ഫൈസൽ ഖാൻ ഇപ്പോൾ പിങ്ക് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. മലയാളി താരം സഞ്ജു സാംസണിനെ കൈവിട്ട് കളയുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന രാജസ്ഥാൻ റോയൽസിന് മുന്നറിയിപ്പുമായി മുൻ ഇന്ത്യൻ താരം ക്രിസ് ശ്രീകാന്ത്. പുതിയ സീസണിന് മുന്നോടിയായി സഞ്ജുവിനെ റിലീസ് ചെയ്യാൻ പദ്ധതിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാകും നല്ലതെന്നും ശ്രീകാന്ത് മുന്നറിയിപ്പ് നൽകി. ഇതോടെ ന്യൂസ്@25 പൂർണ്ണമാകുന്നു. നമസ്കാരം.